അപ്പോൾ നമുക്കങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ പോവുകയാണോ? അങ്ങ് ഭാവി ദർശിക്കാറുള്ള വ്യക്തിയല്ലേ? ഇല്ല സഖി, നാം പറഞ്ഞിട്ടുള്ളതല്ലേ, മനുഷ്യരുടെ സ്വഭാവം ദർശിച്ചാണ് നാം അവരുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള അനുമാനം നടത്താറുള്ളത്. അതെ, പാണ്ഡവരുടെ വിജയം ദർശിച്ച ധൃതരാഷ്ട്രപുത്രൻ തീർച്ചയായും എന്തെങ്കിലും ദ്രോഹം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭത്തിൽ നീ ഏറ്റവും അമൂല്യമായി കരുതുന്ന കാര്യമെന്തോ അതിനെ തീർച്ചയായും സംരക്ഷിക്കുകയാണെങ്കിൽ ആ ദുഃഖത്തിൽ നിന്നും ഭാവിയിലെ സുഖത്തിലേക്കുള്ള മാർഗം നിനക്ക് നിശ്ചയമായും പ്രാപ്തമാകുമല്ലോ. അങ്ങ് നമ്മോടൊപ്പം ഉണ്ടാവുകയില്ലേ ഗോവിന്ദ? നാം ദ്വാരകയുടെ സംരക്ഷണാർത്ഥം പുറപ്പെടുകയാണ്. നമുക്ക് ലഭിച്ച സന്ദേശമനുസരിച്ച് ശാൽവ മഹാരാജാവ് തന്റെ സർവ്വ സൈന്യവുമായി ദ്വാരകയിലേക്ക് പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. അത് ദ്വാരകയെ ആക്രമിക്കുവാനുമാണത്രേ. എങ്കിലും നാം സദാ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് സഖി. സംയമനത്തിന്റെ ചരട് നഷ്ടമാവുകയാണെങ്കിലും വീണ്ടും അതിനെ മുറുകെ പിടിക്കേണ്ടത് തന്നെയാണ് സഖി. മനസ്സിനെ ഒരിക്കലും തളർത്തരുത്. നാം നിങ്ങളേവരുടെയും മനസ്സിൽ വസിക്കുന്നുണ്ട്. എന്നാൽ മനസ്സ് നഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഗോവിന്ദനും ഈ കൃഷ്ണനുമെല്ലാം നഷ്ടമായേക്കാം. Samgacchasva pitrubhi samyaminishta purtena samgacchasva